നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂരിൽ താൻ സ്ഥാനാർത്ഥിയായതിൽ പാളിച്ച പറ്റിയെന്ന് മുൻ മന്ത്രി എ.കെ. ശശീന്ദ്രൻ. തോൽവിക്ക് അതും ഒരു കാരണമായെന്ന് എൻ.സി.പി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തുറന്നു സമ്മതിച്ച് ശശീന്ദ്രൻ. ജില്ലാ എക്സിക്യൂട്ടീവിൽ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. പിന്നീട് മാധ്യമങ്ങളോടും ശശീന്ദ്രൻ സമാന പ്രതികരണം നടത്തി. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് പരസ്പരം മനസ്സിലാക്കി മേലാൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് കാര്യം. പിന്നെ പാർട്ടി വേറെ എ.കെ. ശശീന്ദ്രൻ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു പരാമർശം ഉണ്ടായി. എൻ.സി.പി വളർപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ.സി.പി നീതിയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് തെറ്റുമ്പോൾ നയപരമായ കാര്യങ്ങളുടെ പേരിലല്ലാതെ സംഘടനാപരമായ കാര്യങ്ങളുടെ പേരിലോ വ്യക്തിനിഷ്ഠിതമായ കാരണങ്ങളുടെ പേരിലോ പാർട്ടി വളർത്താൻ എ.കെ. ശശീന്ദ്രനോ മുക്കം മുഹമ്മദോ ഇല്ല. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ എ.കെ. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വിവാദമായിരുന്നു. ശശീന്ദ്രനും മുക്കം മുഹമ്മദുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടതാണ് നമ്മൾ. ഇതിപ്പോൾ ഈ സമയത്ത് തന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ തോൽവിയിലേക്ക് നയിച്ചു എന്ന കാര്യം തുറന്ന് സമ്മതിക്കുകയാണല്ലോ എ.കെ. ശശീന്ദ്രൻ. അതെ ലിൻഷ, നമുക്കറിയാം ഇന്ന് എൻ.സി.പിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു കോഴിക്കോട് വെച്ച് നടന്നത്. ആ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഏകദേശം 30ഓളം ആളുകൾ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു. ആ യോഗത്തിലും രൂക്ഷ വിമർശനമാണ് എ.കെ. ശശീന്ദ്രനെതിരെ ഉയർന്നത്. കാരണം മുൻപ് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വ നിർണയ ഘട്ടത്തിൽ ആ ഘട്ടത്തിലെല്ലാം തന്നെ എ.കെ. ശശീന്ദ്രൻ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, എലത്തൂരിൽ നിന്നും മത്സരിക്കരുത് എന്ന ഒരു ആവശ്യം ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഭൂരിഭാഗം പ്രവർത്തകരും അത്തരത്തിൽ എ.കെ. ശശീന്ദ്രനെ മാറ്റി ഇത്തവണ മുക്കം മുഹമ്മദ് മത്സരിക്കണം. മുക്കം മുഹമ്മദ് എൻ.സി.പിയുടെ ജില്ലാ പ്രസിഡന്റും LDF കൺവീനർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കണം എന്നൊരു ആവശ്യം ഭൂരിഭാഗം ആളുകളും മുൻപോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഈ ആവശ്യം തന്നെയായിരുന്നു ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായും എ.കെ. ശശീന്ദ്രൻ അദ്ദേഹം സ്വയം തീരുമാനമെടുക്കുകയും അദ്ദേഹവും ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എ.കെ. ശശീന്ദ്രൻ തന്നെ ഇത്തവണ വീണ്ടും എലത്തൂരിൽ സ്ഥാനാർത്ഥിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം തോൽവിക്ക് ഒരു പ്രധാന കാരണമായി എന്നുള്ളത് തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിലയിരുത്തലായി വന്നിട്ടുള്ളത്. അത് വലിയ വിമർശനമായി തന്നെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തു. ആ വിമർശനങ്ങളെല്ലാം തന്നെ താൻ സ്വീകരിക്കുകയാണ്, അതിനെ സ്വീകരിക്കുകയും അത് പഠിക്കുകയും ചെയ്ത് തെറ്റിദ്ധരുത്തി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും തോൽവിക്ക് ഒരു സാധ്യത ഉണ്ടാകാത്ത ഒരു മണ്ഡലമായിരുന്നു, അല്ലെങ്കിൽ തോൽക്കാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു മണ്ഡലത്തിലാണ് ഇത്ര വലിയൊരു തോൽവി എൻ.സി.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. LDF-നെ സംബന്ധിച്ചിടത്തോളം എലത്തൂർ മണ്ഡലത്തിലെ തോൽവി അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എ.കെ. ശശീന്ദ്രന്റെ അദ്ദേഹത്തിന്റെ പ്രായവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 ടേമുകളിലും അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്ത ആൾ കൂടിയാണ്. അപ്പോൾ ഇത്തവണ മാറി നിൽക്കുകയും പുതിയ ഒരാൾക്ക് മുക്കം മുഹമ്മദിന് അവസരം നൽകുകയും ചെയ്യണമെന്ന ആവശ്യമായിരുന്നു ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്വീകരിക്കാൻ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം എ.കെ. ശശീന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്ന എ.കെ. ശശീന്ദ്രൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ വിമർശനമായി തന്നെ ഉയർന്നു വന്ന ഘട്ടമുണ്ടായിരുന്നു. അത് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു വിമതൻ അല്ലെങ്കിൽ എ.കെ. ശശീന്ദ്രൻ എന്ന പേരിൽ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണമായോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം അത്രത്തോളം വോട്ട് പോലും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൂർണ്ണമായും തന്നെ എലത്തൂർ മണ്ഡലത്തിലെ തോൽവിക്ക് കാരണമായി എ.കെ. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വരുന്നു. അത് എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ വിമർശനമായി വരുന്നു. അത് എ.കെ. ശശീന്ദ്രൻ തന്നെ അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുതന്നെയാണെങ്കിലും മുൻപുണ്ടായിരുന്ന അത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് നിലവിൽ പോകുന്നില്ല പാർട്ടി, എൻ.സി.പി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം. മുക്കം മുഹമ്മദും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്ന മറ്റൊരു വിവാദം എന്ന് പറയുന്നത് എൻ.സി.പി രണ്ടായി പിളരുന്നു. എ.കെ. ശശീന്ദ്രൻ വിഭാഗവും മുക്കം മുഹമ്മദ് വിഭാഗവും എന്നിങ്ങനെ രണ്ടായി എൻ.സി.പി പിളരുന്നു എന്ന വാർത്തകളെല്ലാം തന്നെ മുൻപോട്ട് വന്നിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും തന്നെ ഇല്ല, അത്തരത്തിലൊരു ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല. ഇത്തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനാപരമായ കാര്യങ്ങളുടെ പേരിലോ എൻ.സി.പി ഒരു പിളർപ്പിലേക്ക് പോകില്ല. ആശയപരമായിട്ടുള്ള അവരുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തന്നെ എൻ.സി.പി പോവുകയുള്ളൂ എന്ന കാര്യങ്ങളിൽ കൂടി അവർ ഒരു വിശദീകരണം നൽകുകയാണ്. എന്ത് തന്നെയാണെങ്കിലും എലത്തൂരിൽ ഉണ്ടായ ഒരു വലിയ തോൽവിക്ക് കാരണം എ.കെ. ശശീന്ദ്രൻ തന്നെ എന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അത് പ്രവർത്തകർക്ക് നേരത്തെ മനസ്സിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു സത്യം ലിൻഷ.